തടവുകാരുടെ വേതന വർധനയെ ന്യായീകരിച്ച് പി ജയരാജൻ. ജയിലിലുള്ള പാവങ്ങൾക്ക് അല്പം വേതനം വർദ്ധിപ്പിച്ചതിനെ എതിർക്കുന്നത് ക്രൂരതയാണെന്ന് പി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തൃപ്തികരമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വിചിത്രമായ വാദമാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ പി ജയരാജൻ ഉയർത്തിയത്. വേതനം വർദ്ധിപ്പിച്ചതിൽ എന്താണ് തെറ്റെന്നും പാവങ്ങളല്ലേ അവർ എന്നുമായിരുന്നു പി ജയരാജന്റെ ചോദ്യം. ജയിലിൽ ഈ വേതനം വർദ്ധിപ്പിച്ചതിന് എന്തിനാ എതിർക്കുന്നത്? അത് പാവങ്ങളല്ലേ, പല സാഹചര്യങ്ങളാൽ കുറ്റവാളികളായിപ്പോയി. ആ കുറ്റവാളികളെ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നു. അവർക്ക് വേതനം വർദ്ധിപ്പിച്ചു കൊടുത്തതിന് എന്തിനാ എതിർക്കുന്നത്? അതിനെ എതിർക്കുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നിലപാടാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ കൂടുതലാണ് തടവ് പുള്ളികളുടെ വേതനമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു പി ജയരാജന്റെ മറുപടി. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിലാണെങ്കിൽ അവർക്ക് ദിനപ്രതി 369 രൂപയാണ്. അത് വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര ഗവൺമെന്റാണ്. നിങ്ങളത് കേന്ദ്ര ഗവൺമെന്റിനോടല്ലേ പറയേണ്ടത്? ഇത് വർദ്ധിപ്പിക്കണം. ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ എന്തിനാ എതിർക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ തൊഴിലുറപ്പാണെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി ഇതിൻ്റെ മിനിമം വേജസ് നിശ്ചയിച്ചത് കേന്ദ്ര ഗവൺമെന്റാണ്. അവരത് മാറ്റി മിനിമം വേജസ് കൊടുക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT നീതിപൂർവമായ അന്വേഷണമാണ് നടത്തുന്നത്. SIT ശരിയായ നിലയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു പരിഗണനയും ആർക്കും നൽകാതെ നീതിപൂർവമായ അന്വേഷണവും നടപടികളും സ്വീകരിക്കുന്നു. എല്ലാവരും ആ നിലപാടിനെ പ്രശംസിക്കുകയാണ് വേണ്ടത്. ഒരു സംസ്ഥാന ഗവൺമെന്റ് നീതിപൂർവം ഈ കാര്യത്തിൽ അന്വേഷണം നടക്കണം എന്ന നിലപാടെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് പൂർണ്ണ തകർച്ചയുടെ വക്കിലാണെന്നും പി ജയരാജൻ പറഞ്ഞു. ബീഹാറിൽ ജയിച്ചവർ മുഴുവൻ NDAയിലേക്ക് പോകാനിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥയെന്നും പി ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.